ഹലോ, ഇന്നെൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരാഴ്ച ബന്ധുക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൈബായിരുന്നു വീട്ടിൽ. എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് സമയം പോയത് അറിഞ്ഞതേയില്ല. സത്യത്തിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാം പുതിയതായിരിക്കും. അവിടുത്തെ ആളുകൾ, വീട്, ചുറ്റുപാട് എല്ലാം. ആദ്യ ദിവസം നമുക്ക് ചെറിയൊരു ചമ്മലും പേടിയും മടിയും ടെൻഷനും ഒക്കെ സ്വാഭാവികമാണ്. പക്ഷേ വീട്ടുകാർ സ്നേഹത്തോടെ കൂടെ നിൽക്കുമ്പോൾ ആ പുതിയ വീട് പോലും നമുക്ക് സ്വന്തം വീടായിട്ട് തോന്നി തുടങ്ങുന്നു. അതാണ് ഒരു പെൺകുട്ടിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആശ്വാസം. ശരിയല്ലേ? എൻ്റെ ഭർത്താവിൻ്റെ വീടിന് ചുറ്റും ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. ചുറ്റും റബ്ബർ തോട്ടങ്ങളാണ്. റബ്ബർ തോട്ടമായതുകൊണ്ട് തന്നെ ഒരുപാട് കൊതുകുകളുമുണ്ട്. പാല എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന റബ്ബറല്ലേ. അങ്ങനെ ഞാൻ കസിൻസിൻ്റെ കൂടെ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഒരു ഞൊട്ടാഞ്ഞൊടിയൻ കാട് പോലെ കിടക്കുന്നത് ഞാൻ കണ്ടത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഞൊട്ടാഞ്ഞൊടിയെന്നൊക്കെ പറിച്ചു. ഇതെന്താണെന്ന് മനസ്സിലായോ? ശരിക്കും ഇത് ഗോൾഡൻ ബെറി ആണ് കേട്ടോ ഇതിൻ്റെ പേര്. ഞങ്ങളിവിടെ നാട്ടിൽ ഞൊട്ടാഞ്ഞൊടിയെന്നും കൂടെ പറയും. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പറിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും കുറേ നേരം കുറച്ചും കൂടി അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ പോയിൻ്റ്, കുറേ സീനറി, അതായത് ദൂരെ മലനിരകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാഴ്ച കാണാനായിട്ട്. വീടിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു കയറ്റമാണ്. ആ കയറ്റത്തിൻ്റെ മുകളിലെത്തുമ്പോൾ ഉള്ള വ്യൂ ആണിത്. അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് കടന്നപ്പോൾ ഒരു പാറക്കുളം കണ്ടു. ദൃശ്യം സിനിമയിൽ ജോർജ് കുട്ടി വരണിൻ്റെ കാറ് തള്ളിയിട്ട പാറക്കുളം ഇല്ലേ? പക്ഷേ ഇതല്ല, ഇതൊരു മീൻകുളമാണ് കേട്ടോ. ഇവിടെ കുറേ വാളമീനാണ് വളർത്തുന്നത്. ഞങ്ങളോട് ചേട്ടനോട് ചോദിക്കുകയൊക്കെ ചെയ്തു. അതും കഴിഞ്ഞ് വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പം വീട്ടിൽ ക്യാരംസ് കളി തുടങ്ങി. ഏട്ടനും അനിയനും അമ്മാവനും ഒക്കെ കൂടി ക്യാരംസ് കളിയായിരുന്നു. അങ്ങനെ കളിയും ചിരിയും ബഹളമൊക്കെ ആയിട്ട് അടിപൊളി വൈബായിരുന്നു ഒരാഴ്ച വീട്ടിൽ ഫുള്ളായിട്ട്.